ദിവ്യനാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. ഇത് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. ദൈവം സമൃദ്ധിയുടെ ദൈവമാണ്. ഈ സീരീസിലെ 100ാമത്തെ സന്ദേശമായി ഇന്ന് സമൃദ്ധിയുടെ ദൈവത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. സൃഷ്ടി മുതൽ ദൈവം തന്നെ മക്കൾക്ക് സമൃദ്ധിയായി അധികമായി കൊടുക്കുന്നതാണ് നാം കാണുന്നത്. ഉൽപ്പത്തി 1:29 ദൈവം മനുഷ്യന് പഴവും പച്ചക്കറിയും ലോഭമായിട്ടല്ല, സമൃദ്ധമായിട്ടാണ് കൊടുത്തത്. മൃഗങ്ങൾക്കും ചെടികൾക്കും വൃക്ഷങ്ങളും പുല്ലും ധാരാളമായി കൊടുത്തു. ഭൂമിക്ക് 50 ബില്യൺ ആളുകൾക്കുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. ഇന്ന് ലോക ജനസംഖ്യ 8.2 ബില്യൺ മാത്രമാണ്. പോഷകാഹാരക്കുറവിൻ്റെ കാരണം തെറ്റായ മാനേജ്മെൻറ്റും ചൂഷണവുമാണ്. ഈ സമൃദ്ധി നമുക്ക് എങ്ങനെ പ്രാപിക്കാമെന്ന് യോശുവ 1:8 നമ്മെ പഠിപ്പിക്കുന്നു. ന്യായപ്രമാണം വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. എഴുതിയിരിക്കുന്നത് പോലെ ഒക്കെയും പ്രമാണിക്കണം. രാവും പകലും ധ്യാനിക്കണം. ആളുകൾ കാണുമ്പോഴും അല്ലാത്തപ്പോഴും, പരസ്യമായും രഹസ്യമായും. ദൈവവചനം വിശ്വസിക്കണമെങ്കിൽ ദൈവവചനം അറിയണമെങ്കിൽ വായിക്കണം, പഠിക്കണം. നാം ആഹാരം കഴിക്കുന്ന പോലെ അകത്ത് ദഹിപ്പിക്കണം. ഇതെല്ലാം വചനം ചെയ്യാൻ, പ്രവർത്തിക്കാൻ വേണ്ടിയാണ്. കേവലം അറിവിന് വേണ്ടി അറിവ് നേടുക എന്നുള്ളതല്ല. ഉൽപ്പത്തി 10:20 മുതൽ 22 വരെ പിരികി നിറയാനാണ് പറയുന്നത്. എല്ലാ സൃഷ്ടിയും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യന് വാസത്തിനായിട്ടാണ്, പാർപ്പിനായിട്ടാണ്. ദൈവജനം സമൃദ്ധി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. മലാഖി 3:10 സ്ഥലം പോരാതെ വരുവോളം അനുഗ്രഹിക്കുന്നുണ്ട്. സങ്കീർത്തനം 132:15 ആഹാരം സമൃദ്ധിയായി നൽകുന്നുണ്ട്. 2 ദിനവൃത്താന്തം 32:29 ഹിസക്കിയാവിന് അനവധി സമ്പത്ത് കൊടുത്തതിനാൽ അവൻ പട്ടണങ്ങളെയും ആടുമാടുകളെയും സമ്പാദിച്ചു എന്ന് കാണുന്നു. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരെല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരുന്നു. അനുഗ്രഹം കേവലം ധനമല്ല. ധനം അതിൽ നിന്ന് ഒഴിവാക്കാനുമാകില്ല. സമൃദ്ധി എങ്ങനെ പ്രാപിക്കാം? സമൃദ്ധിയുടെ അരുളപ്പാടും ദർശനവും വേദപുസ്തകത്തിലൂടെ കാണുക. യോശുവ 1:8 സമൃദ്ധിയുടെ വചനം കേൾക്കുക, വചനത്തിലൂടെ ദർശിക്കുക, മനസ്സിലാക്കുന്നതിലൂടെ പ്രാപിക്കുക. സമൃദ്ധിയുടെ വചനം കൊടുക്കുക, കേട്ടുകഴിഞ്ഞാൽ അതിലേക്ക് മാറുക. കൊടുക്കുക എന്ന് 2 Corinthians 9:6 കാണുന്നുണ്ട്. പ്രാർത്ഥിക്കുക. പ്രാർത്ഥന എതിർപ്പിനെയും തടസ്സങ്ങളെയും മാറ്റും. നീതിമാന്റെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. സമൃദ്ധിയുള്ള ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.